വാർഡുകളിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന വാർഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണമ്മൂല വാർഡ് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ പറയുകയാണ്. ശ്രീ രാധാകൃഷ്ണൻജിയുടെ പതിറ്റാണ്ടുകൾ നീളുന്ന പൊതുപ്രവർത്തന പാരമ്പര്യം, പരിചയം ഒക്കെ തന്നെ, അദ്ദേഹത്തിൻ്റെ സംഘാടക മികത്വവും ഒക്കെ തന്നെ സംഘടിപ്പിക്കുന്ന ഓരോ പരിപാടികളിലും അതിൻ്റെ പ്രൊഫഷണലിസം കാണാറുണ്ട്. അങ്ങേറ്റം തന്നെ സന്തോഷമുണ്ട്. ഒരു നിമിഷം പോലും അദ്ദേഹം വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 4 മാസം പൂർത്തിയാകുമ്പോൾ തന്നെ ഏകദേശം ഒരു 3.5-4 ലക്ഷം രൂപ സംഘടിപ്പിച്ചുകൊണ്ട്. അതിലൊന്നും ഞങ്ങളുടെ ഒന്നും വലിയ ഇടപെടലോ സഹായമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ അദ്ദേഹം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, അദ്ദേഹത്തിന് അതിൻ്റെ സ്വാധീനമുണ്ട് തിരുവനന്തപുരത്ത്. എന്തായാലും ദീർഘവീക്ഷണത്തോടെ ഈ കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. സത്യത്തിൽ ഇത് ഒരു ആശ്വാസമാണ്. ഒരു പരിധി വരെ നമുക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളത് ശരി തന്നെയാണ്. ഞാൻ പലപ്പോഴും കോർപ്പറേഷൻ മുഴുവനും ഇങ്ങനെ ക്യാമറയുടെ നിരീക്ഷണത്തിലാക്കിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് സംഘടിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെങ്കിലും അത് സംഘടിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ കോർപ്പറേഷൻ മുഴുവനും അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിക്ക് തുടങ്ങിയാൽ അത് ആത്യന്തികമായിട്ടുള്ള പ്രശ്നപരിഹാരമായി മാറുമോ ഇല്ലയോ എന്നുള്ള ഒരു ആലോചനയാണ് അതിൽ നിന്നും തൽക്കാലം അത് പെൻഡിങ്ങിൽ വച്ചിരിക്കുന്നത്. അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഈ മാലിന്യ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി ക്യാമറ സ്ഥാപിച്ചാൽ ശാശ്വത പരിഹാരമാകുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് അത് പെൻഡിങ്ങിൽ വച്ചിരിക്കുന്നത്. ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല, മാലിന്യ പ്രശ്നം തടയാൻ മാത്രമല്ല, നമുക്ക് പോലീസിന് കൂടി ഇത്തരത്തിലുള്ള ഈ ക്യാമറ നിരീക്ഷണം വളരെ വലിയൊരു അളവിൽ സഹായകരമായിരിക്കും. മറ്റുള്ള ആക്രമണങ്ങളിൽ നിന്ന് ആൾക്കാരെയൊക്കെ തടയുവാനും ഒക്കെ തന്നെ ഇത് വളരെ സഹായകരമായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഇത് പോലീസുമായിട്ടും ഈ ലൈൻ കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്, കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുമായിട്ടും കണക്ട് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും അത് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ തൊട്ട് മുമ്പ് സംസാരിച്ചിട്ട് പോയ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ആത്യന്തികമായി നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏതു തരത്തിൽ ഇടപെടാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ വളരെ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കേണ്ടത്. 375 ടൺ മാലിന്യം, 375 മുതൽ 400 ടൺ വരെ മാലിന്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്കൊരു 10 ഏക്കർ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള അതിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പുറത്തു വരാതെ അതിനെ ഗ്യാസാക്കി കൺവെർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ സംസ്കരിക്കാൻ വേണ്ടി ഒരു 10 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേഷന് 1 രൂപയുടെ പോലും ചിലവില്ലാതെ ചെയ്തു തരാൻ വേണ്ടി ഭാരത് പെട്രോളിയം ലിമിറ്റഡ് തയ്യാറാണ്. അവർ നിരവധി കണ്ടിരുന്നുണ്ട്. മറ്റന്നാളും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചർച്ച നടത്തുന്നുണ്ട്. ഈ 10 ഏക്കർ സ്ഥലം കണ്ടെത്തുവാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞങ്ങൾ. എന്നാൽ 50 ഏക്കർ സ്ഥലം കോർപ്പറേഷൻ്റേതായിട്ട് വിളപ്പിൽശാല കിടപ്പുണ്ട്, ഒന്നുമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ അന്ന് വിളപ്പിൽശാലയിൽ നമ്മളൊരു പദ്ധതി നടപ്പിലാക്കി അത് പാളിപ്പോവുകയും അത് ജനങ്ങൾക്ക് നാടിന് തലവേദനയായി മാറുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു സ്ഥലത്തും ഈ പദ്ധതിയുമായി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ ആ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ പ്രശ്നങ്ങളിലേക്ക് ഒരു പരിഹാരത്തിന് ഞാനിപ്പോൾ സ്റ്റേജിൽ വെച്ചും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലിനെ കുറിച്ചാണ് ആവശ്യപ്പെട്ടത്. അത് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചത്. മറ്റൊന്ന് തെരുവുനായുടെ പ്രശ്നം നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന മറ്റൊരു ഭീകരമായ പ്രശ്നമാണ്. ഇപ്പോൾ 45 വർഷം മുമ്പ് നമ്മൾ വന്ധീകരണം ABC ആരംഭിച്ചു. ഞാൻ തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രസംഗിച്ചപ്പോൾ പറയുമായിരുന്നു, ABC ആരംഭിക്കുന്നതിന് മുമ്പ് നായ്ക്കൾ പ്രസവിച്ചതിനേക്കാൾ എണ്ണം കൂടുതലാണ് അതിനുശേഷം പ്രസവിക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ടാണ് അന്ന് 2000 നായകളുടത്തുനിന്ന് 10,000 മാറിയത്. ഈ നായ്ക്കളെ നമുക്ക് ഒറ്റയടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഷെൽട്ടറിൽ പാർപ്പിക്കുവാനുള്ള നടപടികൾ വളരെ പുരോഗമിക്കുകയാണ്. ഒരു 50 എണ്ണത്തിന് നമ്മൾ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഷെൽട്ടറിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി മറ്റൊരു സ്ഥലത്ത് ഒരു ഷെൽട്ടറിൻ്റെ പണി നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള വിഷയം ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്.
ഇത് പറഞ്ഞപ്പോൾ തന്നെ, ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഒന്നുണ്ട് ആദ്യം സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു എവിടെയാണെന്ന്. ഞാൻ പറഞ്ഞു അതൊഴിച്ച് ബാക്കിയെല്ലാം പറയാം. അത് പറഞ്ഞാൽ നിങ്ങൾ ബാക്കി എല്ലാ പരിപാടിയും മാറ്റി വെച്ചിട്ട് ക്യാമറ എടുത്തുകൊണ്ട് ഇപ്പോൾ രാവിലെ അവിടെ പോകും, എന്നിട്ട് അവിടെ നിന്ന് ലൈവായിരിക്കും. ഇതിലാണ് പറഞ്ഞത്. അപ്പോൾ അതൊഴിച്ചിട്ട് ബാക്കി എല്ലാം പറയാമെന്ന് പറഞ്ഞു. കുറച്ച് കാര്യങ്ങളോട് പൂർത്തിയാവാനുണ്ട്. അപ്പോൾ അത് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ ഉള്ള നായ്ക്കളെ ആദ്യം നമുക്ക് മാറ്റാം. അതിനുശേഷം റെസിഡൻസ് അസോസിയേഷനൊക്കെ കേന്ദ്രീകരിച്ച് അക്രമകാരികളായ നായ്ക്കളെയൊക്കെ തന്നെ മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഞങ്ങൾ അതിൻ്റെ കഠിന പ്രയത്നത്തിലാണ്. ഇത്തരത്തിൽ ഇനി കുടിവെള്ള പ്രശ്നം, അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടും, ഇത് രണ്ടുമാണ് നമ്മുടെ നഗരം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പറഞ്ഞു 6 മാസം എന്താണ് കുടിവെള്ള പ്രശ്നം. ഡിസംബർ അവസാനം തുടങ്ങും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആകുമ്പോഴേക്കും അതൊന്ന് മാറി കിട്ടുമ്പോൾ അടുത്ത ഏതിലേക്കാണ് പോകുന്നത്? വെള്ളപ്പൊക്കം. അതൊരു 3 മാസം. അപ്പോൾ 6 മാസം കുടിവെള്ള പ്രശ്നം, 3 മാസം വെള്ളപ്പൊക്കം. ഇത് കഴിഞ്ഞിട്ട് 9 മാസം, പിന്നെ ഒരു 3 മാസമാണ് സ്വസ്ഥമായിട്ടുള്ളത്. ആ 3 മാസം ആരെങ്കിലും പട്ടിയടിക്കുകയും ചെയ്യും. അപ്പോഴേക്കും 12 മാസം ഇങ്ങനെ നമ്മൾ ഉത്സവം പോലെ മാറ്റി വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ 3നും പരിഹാരം ഉണ്ടാക്കണം. ബഹുമാനപ്പെട്ട ശ്രീ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ കാണുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായിട്ട് എങ്ങനെ ഇടപെടാം, ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും തീരുമാനമെടുക്കുകയും അതോടൊപ്പം തന്നെ ഫണ്ട് ചെലവാക്കുന്നതിലും ഈ 3 ഘടകങ്ങളും ഇടപെട്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പലരും ചോദിച്ച് തെരുവുനായെ കൂട്ടിലടക്കിയാറായില്ലേ എന്ന്. ശരിയാണ്, ഷെൽട്ടർ മാത്രം പോരാ. ഒരു നായയെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരു നായ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ എത്ര രൂപയാവും? ഏറ്റവും കുറഞ്ഞ ഒരു നായ്ക്ക് 40 മുതൽ 50 രൂപ ചിലവാകും. പിന്നെ കുട്ടിയുടെ കൊണ്ട് പട്ടിണി ഇറക്കാൻ നോക്കൂലല്ലോ. 1000 നായ്ക്കൾക്ക് 40,000 രൂപ ഏറ്റവും കുറഞ്ഞതാണ്. തീരുമാനം എടുത്തിട്ടില്ല, മുൻപ് കൊടുത്തൊരു കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം 1000 നാൽക്കൾക്ക് ഒരു ദിവസം 40,000 രൂപയാണെങ്കിൽ ഒരു മാസം 12 ലക്ഷം രൂപ. 14,000 നായ്ക്കളെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം തിരുവനന്തപുരം കോർപ്പറേഷന് 1,20,00,000 രൂപ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ മാത്രം ചിലവാകും. നായ്ക്കളെ ഷെൽട്ടർ അടയ്ക്കണമെന്ന് പറയുമ്പം രാധാകൃഷ്ണൻജിയും ഞാനൊക്കെ ഉള്ളിരുന്നിട്ട് ഈ 1,20,00,000 രൂപ ഒരു മാസം മാറ്റി വയ്ക്കുവാനുള്ള മെക്കാനിസം കൂടി കോർപ്പറേഷന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒരു മാസം 10 മാസമാകുമ്പോൾ 12 കോടി രൂപ. അങ്ങനെ ഇത് 10,000 പിടിക്കുകയാണെങ്കിലല്ല, 10,000 നമ്മൾ പിടിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഞങ്ങൾ ചുമതലയിൽ ഏറ്റുവച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തോടെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ വേണ്ടി കഴിഞ്ഞ ദിവസം CP ജോൺ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹവുമായിട്ടും മുരളീധരൻജിയായിട്ടും ഞാൻ സംസാരിച്ചു. മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ ഇവർ രണ്ടുപേരുമാണ് മറ്റ് 2 MLA മാർ. ശ്രീ വിൻസെൻ്റ് MLA 4 വാർഡ് നമ്മുടെ കോർപ്പറേഷനിൽ വരുന്നുണ്ട്. ഇവരെയൊക്കെ തന്നെ ഒരുമിപ്പിച്ചിരുത്തിക്കൊണ്ട് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഇത്രയും പേരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ സഹകരണം തേടിക്കൊണ്ട് കേന്ദ്രവുമായി സംസാരിച്ച് ചില പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് മുൻകൈ എടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവരൊക്കെ തന്നെ വളരെ സഹകരണകരാത്മകമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ആമഴഞ്ചാനത്തോടും പാർവതി പുത്തറാനും ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടി ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ ഞാനോ കൂടെ ഇറങ്ങി. സത്യത്തിൽ നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഐശ്വര്യ ഹോട്ടലിൻ്റെ അവിടം വരെയുള്ള സ്ഥലം അത്രയും ദൂരം വൃത്തിയാക്കിയപ്പോൾ തന്നെ 200 ലോഡ് മണ്ണാണ് മാറ്റേണ്ടി വന്നത്. 200 ലോഡ് മണ്ണ്. അതിൻ്റെ മുകളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് ഒരു 2-3 മണിക്കൂർ കൊണ്ട് മാറ്റാം. അതൊക്കെ ഞങ്ങൾ മാറ്റി. അതിനുശേഷം 200 ലോഡ് മണ്ണാണ് ഈ ഒരു 100-300 മീറ്ററിനകത്ത് നിന്ന് മാറ്റേണ്ടി വന്നത്. ഇത് കോർപ്പറേഷൻ്റെ നിന്ന് ഒഴുകി വന്നതല്ല. ഇത് ഈ തോട് തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെയുള്ള പല സ്ഥലത്തുനിന്നും വർഷങ്ങളായിട്ട് 15 വർഷമായി മാറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഓരോ വർഷവും ഒഴുകി വരുന്ന മണ്ണ് മാറ്റുകയും അതുപോലെ തന്നെ വരാവുന്ന മാലിന്യം അതാത് സമയം മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പ്രശ്നം വരികയില്ല. ഈ തോടും ആമഴഞ്ഞ തോടും പാർവതി പുത്തനാറും ഒന്നും കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ളതല്ല. അതിൻ്റെ സ്ഥലവും അതിൻ്റെ കരകളും അതിലൊഴുകുന്ന സ്ഥലവും ഒക്കെ തന്നെ മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും. ഇപ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോഴേക്കും കോർപ്പറേഷൻ ചെയ്തില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു അനുവാദമുള്ള സ്ഥലമല്ല. അതിന് മുകളിൽ സ്ലാബ് ഇടാമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവരുടെ പെർമിഷൻ വേണം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ അതിൻ്റെ മലിനീകരണം മാലിന്യം മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്ലാബ് ഇടുന്നതിനെക്കുറിച്ച് ഉൾപ്പെടെ ആലോചിക്കുന്നു. പിന്നീട് ആർക്കും അതിലേക്ക് വലിച്ചെറിയാൻ സാധിക്കരുത്. ക്ലാമ്പ് ഇട്ട് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ ആവശ്യപ്പോൾ JCB വെച്ചിട്ട് നമുക്ക് സ്ലാബ് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാം.
അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ വ്യത്യസ്തമായ ഞാൻ കഴിഞ്ഞ ദിവസം ബിജു പ്രഭാകർ സാറുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം ഒരുപാട് എക്സ്പീരിയൻസുള്ള ആളാണ്. കുടിവെള്ളത്തിൻ്റെ കുടിവെള്ള പ്രശ്നത്തിൽ നമ്മൾ സമരം ചെയ്തിട്ട് കുറ്റം പറഞ്ഞ കാര്യമില്ല, നമ്മൾ വസ്തുത മനസ്സിലാക്കണം. അതായത് 1990കളിൽ വിഭാവനം ചെയ്ത കുടിവെള്ള പദ്ധതിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓടുന്നത്. അതായത് 90 കഴിഞ്ഞ് 2000, 2010, 2020, 2026 36 വർഷം മുമ്പ് ഇട്ട പൈപ്പാണ്. ഈ 36 വർഷം മുമ്പ് പൈപ്പ് ഇടുമ്പോഴേക്കും തിരുവനന്തപുരം പട്ടണത്തിൽ ഇത്രയും ജനസംഖ്യയില്ല. IT കമ്പനി മാത്രം 800 എണ്ണം വന്നു. 80,000 ജീവനക്കാർ IT കമ്പനിയിൽ മാത്രം ജോലി ചെയ്യുന്നുണ്ട്. അതിൽ പലരും കുടുംബത്തോടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ എത്ര സംഖ്യയുണ്ട്? ഇത്രത്തോളം ഫ്ലാറ്റ് 35 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാർ ചിന്തിച്ചു നോക്കുക. നമ്മുടെ സിറ്റിയുടെ കപ്പാസിറ്റി ഇത്ര ആയിരുന്നില്ലല്ലോ. അപ്പോൾ സിറ്റിയിൽ അത്രത്തോളം ജനസംഖ്യ കൂടി. ഇതിനനുസരിച്ച് അവിടെ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ടില്ല എന്ന് മാത്രമല്ല, വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യാർ ഡാമിൽ നിന്നോ പേപ്പാറയിൽ നിന്നോ കൂടുതൽ വെള്ളം അരുവിക്കരയിലേക്ക് എത്തിച്ച് ഒരു സംസ്കരണ പ്ലാൻ കൂടി, വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു പ്ലാന്റ് കൂടി നിർമ്മിച്ചാൽ മാത്രമേ ഒരു 50 വർഷം വരാൻ പോകുന്ന 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്ലാന്റ് കൂടി നിർമ്മിച്ചാൽ മാത്രമേ നമുക്ക് തിരുവനന്തപുരത്ത് കുടിവെള്ള പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ക്രിയാത്മകമായിട്ട് വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ കോർപ്പറേഷൻ ഭരണസമിതി സ്വീകരിച്ചിരിക്കുന്ന ഒരു മെക്കാനിസം. അങ്ങനെ തെരുവുനായി പ്രശ്നം, മാലിന്യ സംസ്കരണം, കുടിവെള്ള പ്രശ്നം, വെള്ളക്കെട്ട്, ഇത് 4ഉം പരിഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പ്രാഥമികമായി കൊടുക്കുന്ന പരിഗണന. അതിന് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സജീവ ഇടപെടൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ 2 ഗവൺമെൻറ്റുകളും നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ പരസ്പരം ആശയപരമായി ഒരിക്കലും യോജിക്കാത്ത 2 പാർട്ടികൾപ്പെട്ടവരാണ് ഞങ്ങൾ. നേരത്തെ യോജിച്ചിട്ടില്ല, ഇനി ഒരിക്കലും യോജിക്കുകയില്ല. പക്ഷേ ഞങ്ങളുടെ ആ വിയോജിപ്പ് എല്ലാ സമയവും പ്രകടിപ്പിച്ചുകൊണ്ട് അടുത്ത 5 വർഷം പോയി കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ നാട്ടിലുള്ള ജനങ്ങളാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. അവസാനത്തെ 2-3 മാസം നമുക്ക് ശക്തമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റുന്ന എന്തൊക്കെയാണോ അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരാണ് ഭരിക്കേണ്ടതെന്ന്. മറിച്ച് ഒരു 4-4.5 വർഷം നമുക്ക് നാടിനു വേണ്ടി അധ്വാനിക്കാമെന്നുള്ളൊരു ധാരണയിലാണ് നമ്മളൊക്കെ തന്നെ, ഒരു പ്രതീക്ഷയിലാണുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അതിനുള്ള സമയം കുറച്ച് കിട്ടുന്നില്ല. കാരണം അതിനേക്കാൾ അപ്പുറമാണ് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾ കണ്ടു കാണുന്നു. രാധാകൃഷ്ണൻ ജി പറഞ്ഞു, അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ 25 രൂപയാണ് ഒരു കുട്ട, ഒരു ചരുവത്തിലോ കുട്ടയിലൊക്കെ മീൻ കൊണ്ടുവച്ചിട്ട് വിൽക്കുന്ന ഒരാളിൻ്റെ നിന്ന് നിയമപരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന 20-25 രൂപയാണ്. കഴിഞ്ഞ ദിവസം ഒരു ക്യാൻസർ ബാധിച്ച ഒരു കടലോര മേഖലയിൽ നിന്ന് ഒരു വീട്ടമ്മ, ഞാനവിടെ ഇല്ലാത്തതുകൊണ്ട് സെക്രട്ടറിയെ കണ്ടിട്ടില്ല, കത്ത് കൊടുത്തു. എനിക്ക് എഴുതുന്ന കത്താണ്, സെക്രട്ടറിയെ കൊടുത്തു. അതിലെഴുതിയിരിക്കുകയാണ് 500 രൂപ ഒരു ദിവസം കൊടുക്കണം. ഒരു കുട്ടയിൽ ഒരു മീനും കൊണ്ട് വന്നിട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചില ആൾക്കാർക്ക് 500 രൂപ കൊടുക്കണം. അവിടെ പാളയം മാർക്കറ്റിലെ കറണ്ടിൻ്റെയും വാട്ടറിൻ്റെയും ബില്ലടയ്ക്കണം ഞങ്ങളാണ്, കോർപ്പറേഷനാണ്. എന്നാൽ ഒരു ബൾബ്, ഒരു മീൻ കുട്ടയുടെ മുകളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ ബൾബ് ഇടണമെങ്കിൽ ചില ആൾക്കാർക്ക് അവിടെ 500 രൂപ കൊടുക്കണം ഒരു മാസത്തേക്ക്. അതിന് ബില്ലടയ്ക്കണം കോർപ്പറേഷൻ. ബില്ല് എനിക്ക് വേണം, ഒരു ബൾബ് ഇടണമെന്നുണ്ടെങ്കിൽ ബില്ല് 150 രൂപ ആവുള്ളൂ. ഈ നോട്ടക്കൂലി 500 രൂപ കൊടുക്കണം. അപ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റോപ്പ് അമ്മ കൊടുത്തു. ഇന്നലെ ഞങ്ങൾ കുടാശിഞ്ചി ഉൾപ്പെടെ രാവിലെ അവിടെ സന്ദർശിച്ചപ്പോൾ മനസ്സിലാവുകയാണ്, ഞങ്ങൾ സ്റ്റോപ്പ് അമ്മ കൊടുത്തതിന് ശേഷം പിരിക്കാൻ ധൈര്യമുള്ളവരൊന്നുമില്ല. കാരണം ഭരണസമിതിയെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം. ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെയാണ് ഞങ്ങളുടെ ടീം മുമ്പോട്ട് പോകുന്നത്, വ്യക്തമായിട്ട് അറിയാവുന്ന. അതിനുശേഷം പിരിച്ചിട്ടില്ല. പക്ഷേ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്, സ്മാർട്ട് സിറ്റി 19 കോടി രൂപ മുടക്കിയിട്ട് ഒരു ബഹുനില കെട്ടിടം കെട്ടിയിട്ടിട്ടുണ്ട്. ഈ കെട്ടിടത്തിൽ ഒരു 100-120 കട, ഒരു 80 സ്ക്വയർ ഫീറ്റ് 100 സ്ക്വയർ ഫീറ്റ് വരെ 100-120 കട കെട്ടി ഷട്ടർ ഇട്ടിട്ടേക്കാണ് 4 വർഷം കൊണ്ട് പാളയത്ത്. ഒരാൾ ആ കട വാടകയ്ക്ക് എടുത്തിട്ടില്ല. ഇന്ന് വരെ ആ കടയുടെ പൂട്ട് തുറക്കാത്ത കടകളുണ്ട്. 19 കോടി രൂപ നമ്മുടെ പണമാണ്. ഞാൻ ചോദിക്കട്ടെ, പാളയത്ത് ഒരു സ്ഥലം, ആ പാളയം പോലെ കണ്ണായ സ്ഥലത്തൊരു കട കിട്ടിയിട്ട് ആരും ഒരു കച്ചവടം നടത്തില്ലെന്നുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളാത്തതെന്നില്ല അർത്ഥം അല്ലേ? ഞാൻ എഞ്ചിനീയർമാരുണ്ടായിരുന്നു, ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലാണ് ഒരു മുറി കെട്ടിയതെങ്കിൽ ഇതുപോലെ എയർ ഹോൾ ഇല്ലാതെ, ഒരു എയർ ഹോൾ പോലും ഇല്ല, ഒരു കെട്ടിടം നിങ്ങൾ കെട്ടു, നിങ്ങളുടെ വീട്ടിലാണ് കെട്ടിയെങ്കിൽ. അപ്പോൾ സർക്കാർ പണം, ജനങ്ങളുടെ പണം, അതിലെന്തും ചെയ്യാം. നമുക്ക് നടത്തി ബില്ല് മാറിപ്പോയി. ഇതാണ് അവസരം. അവിടെ ഇത് കെട്ടിവെച്ചിട്ട് കയറിപ്പോണ സ്റ്റെയർ കേസിൻ്റെ തൊട്ട് മുമ്പിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരാൾ സ്വകാര്യമായിട്ട് ഒരു കോഴിക്കട നടത്തുകയാണ്. ഇത് കട അടഞ്ഞിരിക്കൊണ്ട് മുകളിലോട്ട് ആൾക്കാരെ കയറാനായിട്ട് വഴിയില്ല. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പോയിട്ട് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ എല്ലാം അവരുടെ ആ കോഴിയും പൂച്ചയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞു. കാരണം അതിനെയൊന്നും ഉപദ്രവിക്കരുത്, അവർ പറയണമെങ്കിൽ തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. പക്ഷേ
അനധികൃത നിർമ്മാണം കൃത്യമായിട്ട് പൊളിച്ച് മാറ്റി കൃത്യമായിട്ട് നിയമം നടപ്പിലാക്കിയതിന് ശേഷമാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഉച്ചവരെ ഉണ്ടായിരുന്നു. ശേഷം പരിപാടി ആയതുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങുന്നതിന് 10 മിനിറ്റ് മുങ്ങി പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ടീം അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥർ പോയി, ഞങ്ങൾ ഓഫീസിലുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രതിഷേധം ഉണ്ടായില്ല. കാരണം പ്രതിഷേധിക്കാൻ വന്നിട്ട് യാതൊരു കാര്യമില്ലെന്നറിയാം. ചെയ്യുന്ന അനധികൃതമാണ്, നടപ്പിലാക്കുന്ന ഈ ഭരണസമിതിയാണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ആരും വന്നില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് പോയി, കോവളത്ത് ഒരു ഹാർബർ വാർഡിൽ പോയി. 91 കോടി രൂപയുടെ എസ്റ്റിമേറ്റ്, 360 പേർക്ക് ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുത്ത് 4ാമത്തെ വർഷമായപ്പോഴേക്കും കോൺക്രീറ്റ് അടന്ന് തലയിൽ കൂടെ വീഴുകയാണ്. മേയർ ചെന്നപ്പോഴേക്കും സാധാരണ ഷാളൊക്കെ ഇട്ടാണ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഒരു അമ്മ അവരുടെ തലയിൽ വീണ കോൺക്രീറ്റ് പാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തന്നിട്ടാണ് എന്നെ സ്വീകരിച്ചത്. ഞാൻ അതിനെ പോലെ വാങ്ങിച്ചിട്ട് നമ്മുടെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ മേയറുടെ റൂമിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. ഞാൻ അവരോട് ചോദിച്ചത്, തൊട്ടടുത്തൊരു വീട്ടിൽ കയറി ചായ കുടിക്കാനായിട്ട്. ആ വീട് 65 വർഷം മുമ്പ് വെച്ചതാണ്, കടൽ തീരത്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടന്നിട്ടുള്ളത് കൊണ്ട് അതും കൂടെ റെക്ടിഫൈ ചെയ്യാനും കണ്ടുപിടിക്കാനും നടക്കുന്നത് കൊണ്ട് സമയത്തിൻ്റെ കുറച്ച് പരിമിതിയുണ്ട്. എനിവേ ഞങ്ങളൊക്കെ തന്നെ രാവിലെ ഒരു 6 മണി മുതൽ രാത്രി 11, ഞാൻ ഇന്ന് വരെ ഡിസംബർ 26 സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 11 മണിക്ക് മുമ്പ് കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ഇന്ന് വരെ, ഇന്നലെ ഉൾപ്പെടെ സ്ലോട്ടർ ഹൗസ് അത് പറയാൻ നിന്നാൽ ചേട്ടൻ തന്നെ അത് പറഞ്ഞു. ഒരുപാട് പറയാനുണ്ട്. ഞങ്ങൾ ഭരണസമിതി അധികാരത്തിൽ വെച്ചൊരു പത്രപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, മേയറെ സ്ലോട്ടർ ഹൗസ് എന്താണെന്നും ആവാത്തതെന്ന് ചോദിച്ചു. നിങ്ങളുടെ തൊട്ടടുത്താണ്, കുന്നുകുഴിയിലാണ്. സത്യത്തിൽ സ്ലോട്ടർ ഹൗസ് കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി. ഞാൻ പറഞ്ഞു ശരി നമുക്ക് സ്ലോട്ടർ ഹൗസ് കാണാൻ പോവാം, കാര്യം പണ്ട് വലിയ ഉദ്ഘാടനമൊക്കെ കാണുന്നില്ലേ. പ്രിയപ്പെട്ട അവിടെ ചെന്നപ്പോഴേക്കും വലിയൊരു ആർച്ച് കെട്ടിയിട്ട് ഉദ്ഘാടനം നടത്തിയതിൻ്റെ ഡേറ്റ്, ഉദ്ഘാടനം നടത്തിയ ആൾക്കാരുടെ പേര് അവിടെ പോയാൽ അത് ഞാൻ പേരൊന്നും പറയുന്നില്ല, അധ്യക്ഷൻ ആരെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനകത്തോട്ട് കയറിയിട്ട് ചെന്നപ്പോഴേക്കും ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ലൈറ്റ് ഇടാൻ പറഞ്ഞു. സാറേ കറണ്ട് കിട്ടിയിട്ടില്ല, ഇലക്ട്രിക് സപ്ലൈ കിട്ടിയിട്ടില്ല. അത് ആലോചിച്ച് നോക്ക്. ഞാൻ സാറേ കറണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ ജിമ്മിനി വട്ടം വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്, അന്ന് ജനറേറ്റർ വെച്ച് ഉദ്ഘാടനം ചെയ്തതെന്ന്. എന്നിട്ട് അവിടുത്തെ ഒരൊറ്റ മെഷീൻ പ്രവർത്തിക്കുന്നില്ല. മെഷീൻ വച്ചിട്ട് 4-5 കൊല്ലം മുമ്പ് സ്ഥാപിച്ചിട്ട് ഇന്ന് വരെ മെഷീൻ പ്രവർത്തിച്ചില്ല. ETP ഇല്ല, അതായത് ഇൻഫ്ലുവൻസ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അവിടെ നിന്ന് വരുന്ന മാലിന്യമൊക്കെ തന്നെ സംസ്കരിക്കുവാനുള്ള പ്ലാന്റ് ഇല്ല. പിന്നെ അവിടെ ഒരുപാട് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അത്ര സംവിധാനം, പക്ഷേ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇരുന്ന് ഈ ചെയ്തവരെല്ലാവരെയും, ചിലർ ആന്ധ്രാപ്രദേശിലാണ്, ചിലർ കർണാടകത്തിലാണ്, കോൺട്രാക്ട് കൊടുത്തിരുന്നത്. ഇവരെയൊക്കെ വിളിച്ചിരുത്തി മാരത്തോൺ മീറ്റിങ്ങുകൾ നടത്തി. ഞങ്ങളൊക്കെ, ഞാനും രാധാകൃഷ്ണൻജിയൊക്കെ 10-40 വർഷം കൊണ്ട് പഠിച്ച രാഷ്ട്രീയ പ്രവർത്തനത്തിലെ എല്ലാ അടവുകളും പ്രയോഗിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ട്രയൽ റൺ നടത്താൻ പറ്റിയത്. ട്രയൽ റൺ നടത്തി ഇന്ന ഡേറ്റ് കൊടുത്തിട്ട് ചെയ്തേ ഒക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പൂട്ടി താക്കോലെടുത്ത് നോക്കിയ ശേഷം നടത്താൻ പറ്റിയത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. അത് നടത്തിയാൽ തന്നെ ഈ നാട്ടിലുള്ള കന്നുകാലികളത്ര ഇനി ഇവിടെ കൊണ്ടുവരണം. ഈ റോഡിലിട്ട് വെട്ടി ഇതിൻ്റെ തോലൊക്കെ തന്നെ നദികളിലേക്ക് ഒഴുക്കുന്നവരുണ്ടല്ലോ, ഇവരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അതിനെ സ്ലോട്ടർ ചെയ്യാൻ വേണ്ടി വലിയൊരു ജോലിയാണ്. അതിൻ്റെ ഒരു ബഹളമൊക്കെ നടത്തേണ്ടി വരും. എന്തായാലും നടത്തി വെക്കുള്ളൂ, ഞങ്ങൾ നടത്തിയിട്ടേ പോവുകയുള്ളൂ, അല്ലാതെ വിട്ടുകൊടുക്കാനുള്ള പ്ലാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വലിയൊരു ജോലി ചെയ്താൽ മാത്രമേ നമ്മുടെ പട്ടണം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പട്ടണമായി മാറാൻ സാധിക്കുകയുള്ളൂ. അതൊക്കെ ചെയ്യുവാനുള്ള കഠിന പ്രയത്നത്തിലാണ്. ഞാൻ കൂടുതൽ പോകുന്നില്ല. രാധാകൃഷ്ണൻജി കിട്ടുന്ന അവസരത്തിൽ നിങ്ങളോട് വ്യക്തിപരമായിട്ട് പറയും. എന്തായാലും ശരി തന്നെ, നിങ്ങൾ ഏറ്റവും അനുയോജ്യമായ കരങ്ങളിൽ തന്നെയാണ് ഈ വാർഡ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയുകയാണ്. പക്ഷേ എനിക്ക് ഒരു ചെറിയ വിഷമം തോന്നുന്നത്, പലപ്പോഴും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ തിരുവനന്തപുരം നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന ആളാണല്ലോ. ഞാൻ നെടുമങ്ങാട്ട് നിന്ന് വന്ന് ഇവിടെ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സാന്നിധ്യവും അഡ്വൈസും അല്ലെങ്കിൽ സജഷൻസും ഒക്കെ തന്നെ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വേണം. പക്ഷേ ഞാൻ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന മീറ്റിംഗ് നടന്നുകൊണ്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് രാഷ്ട്രീയം കാണാൻ പറ്റില്ല. ഞാൻ വൈകുന്നേരം വിളിച്ച് നിങ്ങൾ എങ്ങോട്ട് പോയി നോക്കുമ്പോൾ എനിക്ക് വാർഡിൽ ഇന്ന കാര്യം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് പലപ്പോഴും നേരെ അവിടെ നിന്ന് മീറ്റിങ്ങിൽ ഇരുന്നിട്ട്, കാരണം അതിലൊരു പോസിറ്റീവ് സൈഡുണ്ട്. അദ്ദേഹത്തെ ജയിപ്പിച്ച ആൾക്കാരോടുള്ള ആ കമ്മിറ്റ്മെൻറ്റാണ് ബോധ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല എല്ലാവരുടെയും പറയാൻ പറ്റും, എൻ്റെ കോർപ്പറേഷനിൽ ഒരു വാർഡ് പൂർണ്ണമായിട്ടും ക്യാമറ നിരീക്ഷണത്തിലെത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. സന്തോഷമുണ്ട്. എല്ലാവരും സഹകരിക്കണം. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ആ കാര്യങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങൾ ബോധ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിന് എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.